സാജിദ, ഈ SIR-ന്റെ തുടക്കം മുതൽ, അതായത് രാജ്യത്ത് നടപ്പാക്കുന്ന സമയത്ത് തന്നെ ഇതിലൂടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനാണ് ലക്ഷ്യം എന്ന വിമർശനം, എതിർപ്പ് നേരത്തെ തന്നെ ഉയർന്നതാണ്. അതിന്റെ കാരണമായതും ഈ രേഖകൾ തന്നെയായിരുന്നു. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങളിലുള്ളവരാണ് ഈ പൗരത്വം ഉറപ്പാക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്ന രേഖകൾ അത് നൽകേണ്ടി വരിക? ദിവ്യ, 2002 മാപ്പിങ്ങിൽ ഉൾപ്പെടാത്ത ആളുകളും കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ആളുകൾക്കാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ സമർപ്പിക്കേണ്ടി വരിക. SIR എന്ന പ്രക്രിയ മുഴുവൻ പൗരത്വവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾ, ഇല്ലെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ ഒരു വ്യക്തിയുടെ മാതാവോ പിതാവോ ഇല്ലെങ്കിൽ അവരുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഉള്ള ആളുകൾക്കും ഇനി ഹിയറിംഗ് ഉണ്ടാവില്ല. അവരും 2002 അന്ന് SIR നടന്നിരുന്നു. അന്ന് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇന്ത്യൻ പൗരന്മാരാണ്. അവരുടെ മക്കളും ഇല്ലെങ്കിൽ പേരക്കുട്ടികളും ഇന്ത്യൻ പൗരന്മാരാണ് എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്. അതല്ലാത്ത അന്ന് മാപ്പിംഗ് നടത്താൻ കഴിയാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുമ്പോൾ അതിൽ മുത്തച്ഛൻ മുത്തശ്ശി ഇല്ലെങ്കിൽ മാതാവ് പിതാവ് ഈ ആളുകൾ 2002 ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കാണ് ഇനി ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ നൽകേണ്ടി വരിക. അതായത് 1987 ജൂലൈ 1 മുൻപ് ജനിച്ച ആളുകളാണെങ്കിൽ, ഇങ്ങനെ ഈ 2002 മാപ്പിംഗ് നടത്താൻ കഴിയാത്ത പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ജന്മസ്ഥലവും ജന്മതീയതിയും ഹാജരാക്കി ഹിയറിംഗിന് ഹാജരാക്കണം. ഈ 1987 2004 ഇടയ്ക്ക് ഉള്ള ആളുകളാണെങ്കിൽ അവർ സ്വന്തം ജന്മസ്ഥലവും ജന്മതീയതിയും തെളിയിക്കണം. അതോടൊപ്പം തന്നെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജന്മസ്ഥലവും ജന്മതീയതിയും തെളിയിക്കണം. 2004 ഡിസംബർ 3 മുതൽ പിന്നീട് ഉള്ള എല്ലാ ആളുകളും മാതാപിതാക്കളുടെയും സ്വന്തം ഈ ജന്മസ്ഥലവും ജന്മതീയതിയും തെളിയിക്കണം. ഇതിൽ ഈ എല്ലാ തീയതികളും പൗരത്വ നിയമം ഭേദഗതി വരുത്തിയ ഓരോ തീയതികളാണ്. ഇതിൽ ഈ മാതാപിതാക്കൾക്കോ ഇല്ലെങ്കിൽ ഈ വോട്ടർക്കോ ഈ സ്വന്തം ജന്മതീയതി പല ആളുകൾക്കും പല രേഖയിലും ഉണ്ടാവും. ജന്മസ്ഥലം എന്നുള്ളത് ഈ 13 പട്ടികയിൽ പാസ്പോർട്ട്, SSLC സർട്ടിഫിക്കറ്റ്, ജന്മ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ മാത്രമാണ് ഉള്ളത്. ഇതില്ലാത്ത ആളുകൾ വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും. ദിവ്യ. ശരി.